ഞാനിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂരാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമൺ ജുമാ മസ്ജിദിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ജുമാ നമസ്കാരം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെയും ലോകത്തിലെ രണ്ടാമത്തെയും പള്ളിയാണിത്. AD 629 മാലിക് ബിൻ ദിനാറാണ് ഈ പള്ളി നിർമ്മിച്ചത്. 2016 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിന് സമ്മാനമായി നൽകിയത് TV അനുപമ നിർമ്മിച്ച ചേരമൺ ജുമാ മസ്ജിദിൻ്റെ ഒരു സ്വർണ്ണ നിറത്തിലുള്ള മാതൃകയായിരുന്നു. കേരള വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പള്ളി കിഴക്ക് ദർശനമായിട്ടാണ് പണിതിരിക്കുന്നത്. സാധാരണയായി മുസ്ലിം പള്ളികൾ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് പണിയുന്നത്. കൂടാതെ ഈ പള്ളിക്കകത്ത് ഒരു തൂക്കുവിളക്ക് കൂടിയുണ്ട്. നിലവിളക്ക് കൊളുത്തിവയ്ക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏക മുസ്ലിം പള്ളി കൂടിയാണ് ചേരമൺ ജുമാ മസ്ജിദ്. പള്ളി സന്ദർശിക്കുന്നവർക്ക് ഈ വിളക്കിലെ എണ്ണ പ്രസാദമായി നൽകാറുണ്ട്. ജാതിമത ഭേദമന്യാണ് വിശ്വാസികൾ ഇത് സ്വീകരിക്കാൻ ഇവിടെ എത്തുന്നത്. പള്ളിക്കകത്ത് പ്രവേശിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് 2 ഖബറുകൾ കാണാൻ സാധിക്കും. മാലിക് ബിൻ ഹബീബിൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നി കുമാരിയ ബീവിയുടെയുമാണ് ഈ ഖബറുകൾ. മാലിക് ബിൻ ദിനാറിൻ്റെ പിൻഗാമിയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകനുമാണ് മാലിക് ബിൻ ഹബീബ്. പള്ളിയുടെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ടാണ് പ്രശസ്തമായ ഈ തൂക്കുവിളക്ക് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ തൂക്കുവിളക്കിനോട് ചേർന്ന് തന്നെ പുരാതനമായ കുത്തുപണികളോട് കൂടിയ ഒരു അതിഗംഭീരമായ മിമ്പർ കാണാൻ സാധിക്കും. മിമ്പർ എന്നാൽ പ്രസംഗപീഠമെന്നാണ് അർത്ഥം. ഇവിടെ ഇരുന്നാണ് ഇമാം പ്രഭാഷണങ്ങൾ നടത്തുന്നത്. ആദ്യം നിർമ്മിച്ച പള്ളിയിൽ നിന്നും നിരവധി പുനരുദ്ധാരണങ്ങൾക്ക് ഈ പള്ളി വിധേയമായിട്ടുണ്ട്. 60കളിൽ കോൺക്രീറ്റ് കൂട്ടിച്ചേർക്കലുകൾ, താഴികക്കുടങ്ങൾ, മിനാരങ്ങൾ എന്നിവ പഴയ പള്ളിയിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇന്നത്തെ കൊടുങ്ങല്ലൂരിലെ മുസ്ലിസിൻ്റെ ചരിത്രപരവും സാംസ്കാരികപരവുമായ പ്രതാപം വീണ്ടെടുക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ മുസ്ലിസ് പൈതൃക പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗം അന്നത്തെ കാലത്തെ ജലനിരപ്പിൻ്റെ തോതറിയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. കപ്പലിലും മറ്റും യാത്ര ചെയ്യുന്നവർക്കാണ് ഇത് പ്രധാനമായും ഉപയോഗപ്പെട്ടിരുന്നത്. ഇതിൽ ജലം നിറയുന്നതിനനുസരിച്ച് വാട്ടർ ലെവൽ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. മുസ്ലിസിൻ്റെ പുനരുദ്ധാരണ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ഈ പള്ളിയെ അതിൻ്റെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ. 60കളിൽ നിർമ്മിച്ച കോൺക്രീറ്റിൻ്റെ ഭാഗങ്ങളെല്ലാം പൊളിച്ചു കളഞ്ഞ ശേഷം പള്ളി ഇപ്പോൾ ഏതാണ്ട് പഴയ അതേ രൂപത്തിൽ ആയിരിക്കുകയാണ്. ഈ കാണുന്ന കുളമെല്ലാം അന്നത്തെ കാലത്ത് തന്നെ നിർമ്മിച്ചതാണ്. ഇതിനൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പുരാതന കാലത്ത് നിർമ്മിച്ച അതേപടി തന്നെ ഇത് നിലനിർത്തിയിട്ടുണ്ട്. പുരാതന കാലത്തെ ലോകത്തെ ഒരു പ്രധാന വാണിജ്യ തുറമുഖമെന്ന് അനുമാനിക്കപ്പെട്ടിരുന്ന സ്ഥലമാണ് മുസിരീസ്. ചേര രാജാക്കന്മാരുടെ പ്രധാന തുറമുഖമായിരുന്ന മുസിരീസ് ഏതാണ്ട് 2500 കൊല്ലം മുമ്പ് ലോകത്തെ ഒരു പ്രമുഖ വാണിജ്യ കേന്ദ്രമായിരുന്നു. ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ് ആ കാലത്തെ മുസിരീസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതായി പുരാവസ്തു ഗവേഷകർ കരുതുന്നത്. ഇന്ന് വടക്കൻ പറവൂർ മുതൽ മതിലകം വരെ മുസിരീസ് ഹെറിറ്റേജ് പ്രദേശത്തിൻ്റെ ഭാഗമാണ്. ഈ പള്ളിക്ക് ഒരു അണ്ടർഗ്രൗണ്ട് കൂടിയുണ്ട്. ഇവിടെ ഇപ്പോൾ നവീകരിച്ച് നല്ല മാർബിളും ടൈൽസും ഒട്ടിച്ച് അതിമനോഹരമാക്കിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ ഒരിക്കൽ ചന്ദ്രൻ 2ആയി പിളരുന്നത് സ്വപ്നം കാണുകയും അദ്ദേഹം ഇതിനെ അറേബ്യയിൽ നിന്നുള്ള വ്യാപാരികളുമായി പങ്കിടുകയും ചെയ്തു. ചേരമൺ പെരുമാൾ പ്രവാചകനെ കാണാൻ മദീനയിലേക്ക് പോവുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ മടങ്ങി വരും വഴി അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തെ ഒമാനിലെ സലാലയിലാണ് സംസ്കരിച്ചിരിക്കുന്നത്. മരിക്കുന്നതിന് മുൻപ് തൻ്റെ ജന്മനാട്ടിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രവാചകന്റെ അനുചരനായ മാലിക് ബിൻ ദിനാറിനെ അദ്ദേഹം ചുമതലപ്പെടുത്തി. അങ്ങനെ മാലിക് ബിൻ ദിനാറും സംഘവും കേരളത്തിലെത്തുകയും അവർ ചേരമൺ മസ്ജിദും സംസ്ഥാനത്തെ മറ്റു പള്ളികളും സ്ഥാപിക്കുകയും ചെയ്തു. ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള നഗരമാണ് കൊടുങ്ങല്ലൂർ. പഴയകാല തുറമുഖ നഗരമായിരുന്ന കൊടുങ്ങല്ലൂരിലാണ് ലോകത്തെ എല്ലാവിധ വ്യാപാരികളും എത്തിച്ചേർന്നത്. അറബികളും ഈജിപ്ഷ്യരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും എന്നുവേണ്ട ലോകത്തെ എല്ലാവിധ യാത്രികരും കൊടുങ്ങല്ലൂരിലാണ് എത്തിയിരുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാർ എത്തുന്നതിനോടൊപ്പം തന്നെ അവരുടെ മതങ്ങളും കൊടുങ്ങല്ലൂരിലേക്ക് വ്യാപിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂരിന് പറയാൻ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും ചെയ്യുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.